നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. രാജ്യാന്തര റബ്ബർ വിപണിക്ക് വ്യക്തമായ ദിശ കണ്ടെത്താനായില്ല. രണ്ടാഴ്ചയിൽ ഏറെയായി റബ്ബർ വില നേരിയ റേഞ്ചിൽ നീങ്ങുന്നതിനാൽ പുതിയ വാങ്ങലുകൾക്ക് തയ്യാറാവാതെ ഇറക്കുമതി രാജ്യങ്ങൾ അല്പം അകന്നു. ചൈനീസ് വ്യവസായികൾ ഷീറ്റ് ഇറക്കുമതിയോട് നേരത്തെ കാണിച്ചിരുന്ന താൽപ്പര്യം നിലവിൽ പ്രദർശിപ്പിക്കുന്നില്ല. യൂറോപ്യൻ യൂണിയൻ ചൈനീസ് ടയറിന് അമിത ഡ്യൂട്ടി ഏർപ്പെടുത്തിയത് റബ്ബർ ഇറക്കുമതിയിൽ നിയന്ത്രണം വരുത്താൻ ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള വ്യവസായികളെ പ്രേരിപ്പിച്ചു. റബ്ബർ അവധിയിൽ തളർച്ചയുടെ സൂചന ദൃശ്യമല്ലെങ്കിലും വാങ്ങലുകാർ വിട്ടുനിൽക്കുന്നത് മുന്നേറ്റത്തിന് തടസ്സമായി. ജപ്പാനിൽ റബ്ബർ കിലോ 420 യെന്നിലും ബാങ്കോക്കിൽ 276 രൂപയിലും കൊച്ചിയിൽ റബ്ബർ വില കുതിക്കാതെ നിൽക്കുന്നു. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സിൽ രാവിലെ നടന്ന ഏലക്ക ലേലത്തിൽ ഉയർന്ന അളവിൽ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങി. ഉത്സവകാല ഡിമാൻഡ് മുന്നിൽ കണ്ട് ആഭ്യന്തര വ്യാപാരികളും വ്യവസായികളും രംഗത്തുണ്ട്. വിദേശ ഓർഡറുകൾ ഉറപ്പിച്ച കയറ്റുമതിക്കാരും ഏലക്ക സംഭരണത്തിന് മത്സരിച്ചതോടെ വിൽപ്പനയ്ക്കിറങ്ങിയ 92,204 കിലോഗ്രാം ചരക്കിൽ 90,733 കിലോയും വിറ്റഴിഞ്ഞു. വാങ്ങൽ താൽപ്പര്യം ശക്തമായതോടെ ശരാശരി ഇനങ്ങളുടെ വില കിലോ 3,211 രൂപയായി ഉയർന്നു. മികച്ച ഇനങ്ങൾ 4,680 രൂപയിൽ കൈമാറി. ഒരാഴ്ചയോളം സ്റ്റഡി നിലവാരത്തിൽ നീങ്ങിയ തമിഴ്നാട് എണ്ണ വിപണി ഇന്ന് കുതിച്ചുചാട്ടം കാഴ്ചവെച്ചു. കാങ്കയത്തെ മില്ലുകാർ വെളിച്ചെണ്ണ വില ഒറ്റയടിക്ക് കിൻഡലിന് 500 രൂപ ഉയർത്തി. കൊപ്രയ്ക്ക് 300 രൂപ അവർ കൂടുതൽ നൽകി ശേഖരിച്ചത് ഉൽപ്പാദകരിലും പ്രതീക്ഷ പകർന്നു. കൊച്ചിയിൽ തുടർച്ചയായ 10ാം ദിവസവും നാളികേര ഉൽപ്പന്ന വില വർദ്ധിച്ചു. എണ്ണവില കിൻഡലിന് 23,900 രൂപയായും കൊപ്ര 15,200 രൂപയായും കയറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.